ഹരീഷ് ഓരോ കാര്യങ്ങളെ എണ്ണി എണ്ണി പറയാണ്. അതിൻ്റെയൊക്കെ കാരണം ചോദിക്കുമ്പോൾ സുഭാഷിനൊന്നും പറയാൻ കഴിയില്ല. ശ്രുതി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഹരീഷ് പിടിച്ചു വെച്ച് താൻ എങ്ങോട്ടാ പോകുന്നത്, ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയും. ശ്രുതി പറയും, എനിക്ക് സൗകര്യമല്ല, വേണമെങ്കിൽ കേട്ടോ, ഞങ്ങൾ തമ്മിൽ പിരിയാൻ പോവുക. ഞാനിവിടെ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഈ വീട് വിട്ട് പോയേക്കാം. ഹരീഷ് ചോദിക്കും, നിങ്ങൾ ഈ വീട് വിട്ടു പോയാൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുമോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കല്യാണം കഴിക്കാം, ഇഷ്ടമുള്ളപ്പോൾ ഡിവോഴ്സ് ചെയ്യാം. ഇങ്ങനത്തെ വേഷം കെട്ടൊന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട. എന്നോട് കാരണം പറഞ്ഞേ പറ്റൂ. തൻ്റെ കല്യാണ ദിവസം ഞങ്ങളൊക്കെ എത്രത്തോളം സന്തോഷിച്ചിട്ടുണ്ടെന്നറിയോ? ഇത്ര പേരുടെ സന്തോഷം ഇല്ലാണ്ടാക്കിയിട്ട് എന്തിനാ ഡിവോഴ്സ് എന്ന് എനിക്ക് അറിയണം. താൻ അത് മാത്രം ഒന്ന് പറ. നികേഷ് നിധിയോട് വയ്ക്കും, എന്തിനാ അടുത്തി പോകുന്നത്? ഈ വീട് ഇഷ്ടമില്ലായിട്ടാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു വീട് വാടകയ്ക്ക് എടുക്കാം. അതോ സുധീഷേട്ടൻ നുണ പറഞ്ഞിട്ടാണോ പോകുന്നത്? ഒരു തവണ ഞങ്ങൾക്ക് വേണ്ടി സുധീഷേട്ടനോട് ക്ഷമിച്ചൂടെ? അതും പറഞ്ഞ് നികേഷ് വിങ്ങി പൊട്ടി കരയാണ്. ആ സമയത്ത് അച്ഛൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. നിധി എന്താ കാരണമെന്ന് പറയാൻ തുടങ്ങുന്നത് കേട്ടിട്ട് അച്ഛനൊക്കെ പുറത്തുനിന്ന് ഞെട്ടാണ്. സുഭാഷ് പറയും, മോള് പറയണ്ട, ഞാൻ പറയാമെന്ന് പറയും. ഇതിനപ്പുറം മറച്ചു വെക്കാൻ എനിക്ക് പറ്റില്ല. സുഭാഷ് സത്യങ്ങളൊക്കെ പറയാണ്. ഇതൊന്നും അറിയാതെയാണ് നമ്മളന്ന് റിസപ്ഷൻ നടത്തിയത്. സുധീഷിനെയും തെറ്റു പറയാൻ പറ്റില്ല. ഇതാണ് നടന്നതെന്ന് പറയാനുള്ള ഒരു അവസരം അവനും നമ്മൾ കൊടുത്തില്ല. അന്നും നമ്മൾ നാണം കെടാതിരിക്കാനാണ് നിധി സ്റ്റേജിൽ വന്ന് നിന്നത്. അതിന് നമ്മളൊക്കെ നിധിയോട് കടപ്പെട്ടിരിക്കണം. നിധിക്ക് ഞാൻ അന്നൊരു വാക്ക് കൊടുത്തതാ, ഇതൊന്നും നിധിക്കൊരു തടസ്സമാവില്ലെന്ന്. അന്ന് നിധി ബാഗ് എടുത്ത് പോയത് ഒരു റൂം ശരിയാവുമെന്ന് കരുതിയാ. അത് കിട്ടിയില്ല. അന്ന് വരാൻ കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ സത്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോയേനെ. ഈ സത്യങ്ങളൊക്കെ എങ്ങനെ നിങ്ങളെ അറിയിക്കുമെന്ന് കരുതി ഇത്രയും നാളും പോയി. പക്ഷേ ഡിവോഴ്സിൻ്റെ കാര്യം നീ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. നിധി എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഞാനൊരു വലിയ ചതി ചെയ്ത പോലെ തോന്നും. മനഃപൂർവ്വമല്ല, മാപ്പ്. ഹരീഷ് പിന്നെ ശ്രുതിയോട് ചോദിക്കുക, താനെന്തിനാ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണെന്ന് പറഞ്ഞ്? ശ്രുതി പറയും, വേറെ ഞാൻ എന്താ പറയുക? മറുപടിക്ക് ആകെ ഓരോ ഓപ്ഷനേ ഉള്ളെങ്കിൽ അത് പറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ, നിവർത്തികേട്. അത് എന്നെ വിശ്വസിക്കുന്നവരുടെ സന്തോഷത്തിനും കൂടി വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തുന്നവർക്കാവാം, ശിക്ഷിക്കുന്നവർക്കും ആവാം. എന്നെ ശിക്ഷിക്കണോ നിനക്ക്? ഞാൻ ആ മുറ്റത്തുണ്ടാവും. എന്നെ തല്ലേ കൊല്ലേ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്താ സുഭാഷേട്ടാ ഇതൊക്കെ എന്ന് ചോദിച്ചിട്ട് നികേഷ് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഹരീഷ് ഇരുന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. സുഭാഷേട്ടൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ ഹരീഷിന് മനസ്സിലാവും. അതറിയാതെ ഹരീഷ് സുഭാഷിനെ ഒരുപാട് കുറ്റപ്പെടുത്തിയിരുന്നു. ഹരീഷ് സുഭാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സുഭാഷ് ഒന്ന് കരയാണ്. വേഗം കണ്ണൊക്കെ തുടയ്ക്കും. ഹരീഷിനോട് പറയും, നിന്നോട് ഇത് നേരത്തെ പറയേണ്ടതായിരുന്നു, പക്ഷേ അതെങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ലായിരുന്നു. പരസ്പരം ആഗ്രഹിക്കാതെയും വിചാരിക്കാതെയും രണ്ടുപേരും ഒരു കല്യാണക്കുരുക്കിൽ പെട്ടുപോകുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കി.